ഗൈസ്, അപ്പോൾ നമ്മുടെ ഓഫ് ടു ഗോവ ട്രിപ്പിലെ ലാസ്റ്റ് ഡേ ഉടുപ്പിയിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് സുപരിചിതമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കർണാടകയിലെ ശിരൂരിലാണ്. വീടുകളെല്ലാം വെള്ളം കയറിയിട്ട് ഇടിഞ്ഞ് നശിച്ച് പോയത് ഈ കണ്ട നിങ്ങളൊക്കെ കണ്ടായിരുന്നോ? മണ്ണ് ആർക്കും അറിയാന്നുള്ള പോലെ നമ്മുടെ അർജുൻ ചേട്ടൻ മരിച്ച ആ ഒരു അപകടം പറ്റിയ ആ ഒരു സ്ഥലമാണിത്. മണ്ണൊക്കെ കൂട്ടിയിട്ടിങ്ങനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ ഗംഗാവാലി പുഴ. അതിനുശേഷം നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അവിടുന്ന് നേരെ നമ്മൾ മുരുടേശ്വര ടെമ്പിളിലോട്ടാണ് പോയത്. ഗൈസ്, ഈ ടെമ്പിളെന്ന് പറയുമ്പോൾ ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു ടെമ്പിളാണ്. ഇവിടെ ബീച്ചൊക്കെ ഉണ്ട്, ഒട്ടകമുണ്ട്, കുതിരയുണ്ട്, എല്ലാം ഉണ്ട്. നല്ല രസമുണ്ട്. ഈ ഒരു ടെമ്പിളിൻ്റെ അല്ലെങ്കിൽ ആ ബീച്ചിൻ്റെ ഒരു നല്ലൊരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ടെമ്പിള് നന്നായിട്ട് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടെമ്പിള്. ഭയങ്കര ഭംഗിയാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല രസമാണ് നേരിട്ട് കാണാനായിട്ട്. ഒരു ഒന്നൊന്നര വൈബ് തന്നെയാണ്. അവിടെ നിന്ന് നേരെ നമ്മൾ ബസ്സിൽ കയറി. ഏകദേശം ഒരു 2-3 മണിയൊക്കെ ആയി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയപ്പോൾ. അങ്ങനെ ഏകദേശം ഒരു 4-4:30-5 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ മാൽപ്പേ ബീച്ചിലോട്ടെത്തി. അവിടെ നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ്റെ ഒരു നല്ലൊരു പ്രതിമയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ നമ്മൾ ബീച്ച് സൈഡിലോട്ട് പോയി. നല്ല കിടിലം വ്യൂ ഉള്ള നൈസായിട്ടൊരു ബീച്ചായിരുന്നു. സൺസെറ്റിൻ്റെ ടൈമായിരുന്നു. അവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും പിന്നെ അല്ലാത്ത കുറേ വാട്ടർ ആക്ടിവിറ്റീസും എല്ലാം ഉണ്ടായിരുന്നു. നൈസൊരു ബീച്ച്. നമ്മുടെ വ്ളോഗറെല്ലാം മണ്ണ് ഓടിയിടുകയാണ് ഗ്ലൈസ്. എൻ്റെ പൊന്നു, അവിടെ നിന്ന് അടിച്ച് പൊളിച്ച് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ രാത്രി ഡിന്നർ കഴിക്കാനാണ് പോയത്. അപ്പോൾ തന്നെ നമ്മൾ കേരളത്തിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. കുഴിമന്തി റെസ്റ്റോറൻ്റ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത്. കുഴിമന്തി കഴിക്കാൻ തന്നെയാണ് പോയത്. അങ്ങനെ നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ. നല്ല നമുക്ക് തറയിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു നൈസായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും കൂടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ കുഴിമന്തിയൊക്കെ കഴിച്ച് നമ്മൾ അടിച്ച് പൊളിച്ച് ഗൈസ്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വണ്ടിയിലോട്ട് കയറി. പഠിക്കുന്ന സമയത്ത് തന്നെ പഠിക്കും, അതുകൊണ്ടായിരിക്കും ജയിക്കുന്നത്. ഒരു മാറ്റം വരാൻ കാരണം സെക്കൻഡ് സെം ഫസ്റ്റ് സെഷൻ എക്സാമിന് HAP ഫസ്റ്റ് സെഷൻ എക്സാമിന് ജസ്റ്റ് പാസ്സാണ്. അപ്പോൾ സവിത മാമാണ്. അപ്പം മാം പറഞ്ഞ് ഇതിന് പാസ്സാക്കുള്ളൊന്നുമില്ല, കുറച്ചുകൂടെ പഠിക്കണം, ഞാൻ ഇതിനെ ജയിപ്പിച്ചാണെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് തോന്നുന്നു ഞാൻ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. പിന്നെ ഒന്ന് ആലോചിച്ചത് ഒരേ വിഷയത്തിന് പിന്നെയും പൈസ കൊടുത്ത് ഇതിനേക്കാൾ നല്ലത് റെഗുലർ എടുക്കുകയാണ്. ആ പൈസ കൊണ്ട് എനിക്ക് പറയാൻ മന്തി എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് ഞാൻ വന്നതാണ്. പിന്നെ എന്റെ ബർത്ത്ഡേ കേക്ക് നടക്കുന്ന സർപ്രൈസ് നടത്താറിഞ്ഞ് പിന്നെ സർപ്രൈസ് ആയിട്ട് അങ്ങനെ അതുണ്ടായി. പിന്നെ കുറെ ഫോട്ടോസ് അടിപൊളിയായിരുന്നു. നല്ല എൻജോയ് ചെയ്തു. ഒരുപാട് നല്ല മൊമെന്റ്സ് കണ്ടു. പിന്നെ ഡ്രൈവർ ചേട്ടൻ നല്ല അടിപൊളിയായിരുന്നു, നല്ല കമ്പനിയായി. പിന്നെ ചേട്ടൻ ഫോട്ടോസ് ഒക്കെ എടുത്തു തന്നു, നല്ല ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു, നല്ല രസമായിരുന്നു, നല്ല എൻജോയ് ഒക്കെ ചെയ്തു. ടൂറോ അതിന്റെ മെയിൻ കാര്യം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ ക്ലാസ്സിലുള്ള പേഴ്സൺസിന്റെ ക്യാരക്ടേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മളെല്ലാവരും ഒരു ബസ്സില് എത്രയോ ദിവസം നമ്മൾ ഒരുമിച്ചാണ് ട്രാവൽ ചെയ്യണം. അപ്പൊ നമുക്ക് അവരെ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഐഡിയയുടെ മെയിൻ യൂസ് എന്ന് പറയുന്നത്. റദർ ദാൻ നമ്മൾ അടിപൊളിയായിരുന്നു മൊത്തത്തിൽ.
എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഐവി. വേറെ പറയാനായിട്ട് ഒന്നും ഇല്ല. പിന്നെ അരുൺ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സാറ് ഭയങ്കര വൈബായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സാറ് നമ്മൾ പിള്ളേരെ പോലെ ആയിരുന്നു ഇത്രയും നാൾ എൻജോയ് ചെയ്ത് 8 ദിവസം അടിപൊളിയായിട്ട് നിന്ന് പാട്ട് പാടിയതായാലും എല്ലാത്തിലും പിള്ളേരെ കൂടെ നല്ല അടിപൊളിയായിട്ട് സാറ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അനുഷ മാമും നല്ല അടിപൊളിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ റീലെടുക്കാനായിട്ടായാലും റീലില് അഭിനയിച്ച് ഡാൻസ് കളിച്ച് വന്നതായാലും എല്ലാം അടിപൊളിയായിരുന്നു. അതൊന്നും നമ്മൾ സത്യം പറയാൻ എക്സ്പെക്ട് പോലും ചെയ്തിട്ടില്ല. അപ്പൊ മൊത്തത്തിൽ കളറായിരുന്നു. പിന്നെ വിജില മാമിന്റെ മോൻ അവനെ പറ്റി പറയാനൊന്നുമില്ല. ഒരു കാതൽ കുടിക്കും ഒന്നെ കാണും സബലും വടക്കൂടും നീ പാർക്കും പാവങ്ങൾ പൂവായി കണ്ണേയും കൈപ്പെട്ട് കായും കൈവയ്ക്ക് താഴാടും മുന്നായി സമേ അങ്ങനെ ലാസ്റ്റ് സ്റ്റെഫിൻ ചേട്ടൻ്റെ ആ ഒരു പാട്ടോട് കൂടി അന്നത്തെ ദിവസം അവസാനം. പിറ്റേന്ന് നമ്മൾ വണ്ടിയിൽ തന്നെ ആയിരുന്നു ഫുൾ ടൈം. രാവിലെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് നമ്മളൊരു ഹോട്ടലിൽ കയറി. ഇന്നത്തോടെ വീട്ടിലെത്തിക്കണം, അതായത് ഇന്ന് ഉച്ചയ്ക്ക് മുന്നേക്ക് വീട്ടിലെത്തിക്കണമെന്നായിരുന്നു പ്ലാൻ. മിക്കവാറും നമ്മളൊരു വൈകിട്ട് സന്ധ്യ ആ ടൈമിൽ എത്തത്തുള്ളൂ എന്നാണ് ഒരു തോന്നൽ. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ടക്കറി, ഇങ്ങനെ പല കറികളുണ്ടായിരുന്നു. എല്ലാവരും ഓരോന്ന് വെച്ചിട്ട് കഴിച്ചു. ഞാൻ പുട്ടും കടലക്കറിയാണ് കഴിച്ചത്. അവിടെ ഒരു ബസ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഗൈസ്, കണ്ട നല്ലൊരു രസമുള്ളൊരു സംഭവമായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ഫുള്ള് ബസ്സിൽ തന്നെ. അങ്ങനെ നമ്മുടെ കോളേജ് ലൈഫിൽ അവസാനത്തെ ട്രിപ്പും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ സങ്കടവും എല്ലാവർക്കും ഉണ്ട്. ഇവിടുന്ന് നേരെ നമ്മൾ വീട്ടിലോട്ടാണ് പോയത്. ഇതിനൊക്കെ മുന്നേ നമ്മുടെ ബസ്സിനെ പറ്റിയും നമ്മുടെ പാക്കേജിനെ പറ്റിയും പറയാതെ പോയാൽ അത് ഭയങ്കര മോശമാവും. നമ്മൾ ജിസാന ബസ്സിലാണ് പോയത്. JS എക്സ്പെഡിഷൻ സ്റ്റുഡിയോയുടെ പാക്കേജിലാണ് പോയത്. ഭയങ്കര കിടിലായിരുന്നു. ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ട്രിപ്പ് ഇത്രയും കിടിലാവത്തില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങളെവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകുവാണെങ്കിൽ മാക്സിമം JS എക്സ്പെഡിഷൻ സ്റ്റുഡിയോയുടെ പാക്കേജിലും ജിസാന ബസ്സൊക്കെ ചൂസ് ചെയ്ത് പോകണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഞാൻ ഒരുപാട് ടൂർ പോയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു ടൂറ് നമ്മൾ ഒരു ടൈമിൽ പോലും അവർ വെറുതെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഇവരുടെ ഇൻസ്റ്റാ പേജൊക്കെ ചെക്ക് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് അറിയാം. ഈ നിൽക്കുന്ന 3 പേരാണ്, ഈ 2 മാമന്മാരും പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് പറ. എങ്ങനെയുണ്ട് നമ്മൾ? പറ എങ്ങനെയുണ്ട് നമ്മള്? പറ ചുമ്മാ പറ എന്തെങ്കിലുമൊക്കെ. എല്ലാ ട്രിപ്പിലും നമ്മള് കുറച്ചും കൂടെ കിടിലം പിള്ളേരാണല്ലേ, വൈബാണല്ലേ, അങ്ങനെ പറ. ശരിയാണ്, പറയുന്ന സമയത്ത് വരില്ല. 5 മണിക്ക് വരാൻ പറഞ്ഞ 8 മണിയാകുമ്പോൾ വരും. എന്റെ യൂട്യൂബ് ചാനൽ പൂട്ടിക്കാനുള്ള വളരെ കിടിലം പിള്ളേരാണ്. അതനുസരിച്ച് എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. എക്സ്പെഡിഷൻ സ്റ്റുഡിയോയും ജിസാന ബസ്സും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.